ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരാൻ പ്ലാനുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അവർക്കുള്ളതാണ് ഈ വീഡിയോ. അതായത് ദുബായിൽ ഒരു മാസം നിൽക്കണമെങ്കിൽ എത്ര രൂപ എക്സ്പെൻസ് ആവും നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്കിവിടെ ഒരു മാസം നിൽക്കണമെങ്കിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത 3 എക്സ്പെൻസുകളുണ്ട്. അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ട്രാവലിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഈ 3 എക്സ്പെൻസിൻ്റെയും അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടാം കുറയാം, പക്ഷേ കുറയാൻ ചാൻസ് കുറവാണ്, കൂടാനേ ചാൻസ് ഉള്ളൂ. അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ് സ്പേസിന് വരുന്നത് 750 ദിർഹമാണ്. ആവറേജ് റെൻ്റാണ് ഞാൻ പറയുന്നത് ഒരു മാസത്തെ അക്കോമഡേഷന്. ഇനി നമ്മൾ ഫുഡിൻ്റെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 500 ദിർഹം ഫുഡ് എക്സ്പെൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ട്രാവലിംഗ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ അതും നമ്മൾ ഒരു 500 ദിർഹം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ട്രാവലിംഗ് ആയിരിക്കും. നമ്മളിപ്പോൾ ട്രാവൽ എവിടെയും ചെയ്യുന്നില്ല, റൂമിൽ തന്നെ കുത്തിരിക്കുകയാണെങ്കിൽ എക്സ്പെൻസ് ആവില്ല. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെൻസ് ഉണ്ടാവും. 3 എക്സ്പെൻസിൻ്റെയും കൂടി ടോട്ടൽ നോക്കുമ്പോൾ 1750 ദിർഹം 1 മന്ത് ദുബായിൽ നിൽക്കണമെങ്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 എക്സ്പെൻസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഫോർ മോർ അപ്ഡേറ്റ്സ് ഫോളോ മീ.